കണക്കറിയില്ല എന്ന് പറഞ്ഞ് എൻ്റെ അടുക്കൽ വന്ന ആ കൗമാരക്കാരൻ, അവനോട് ഞാൻ പറഞ്ഞു, നിനക്ക് എൻ്റെ ജീവിതം നീ കണ്ടിട്ടുണ്ടോ? ഞാൻ പറഞ്ഞുകൊണ്ട്, ഞാൻ ജീവിക്കുക എങ്ങനെ നിനക്കറിയാമോ? നമ്മൾ സാബുവങ്ങളുടെ ജീവിതം ഭയങ്കര ഹാപ്പിയാണ്. എന്ത് വന്നാലും സാബുവങ്ങൾ എപ്പോഴും ചിരിച്ചുകൊണ്ട് നടക്കുള്ളൂ. വാസ്തവത്തിൽ എൻ്റെ ജീവിതം ഹാപ്പി ആയത് എനിക്ക് കണക്കറിയാവുന്നതുകൊണ്ടല്ല, യേശു എൻ്റെ ജീവിതത്തിൽ എന്നെ സ്നേഹിക്കുന്നത് കൊണ്ടാണ് എന്നുള്ളത് ഞാൻ പറയുള്ളൂ. അപ്പോൾ കണക്കല്ല പ്രധാനം. അപ്പോൾ ഞാൻ അവനോട് പറഞ്ഞാൽ, എനിക്ക് കണക്കറിയത്തില്ല, എനിക്ക് കണക്ക് ഇന്നും കൂട്ടിയെ തെറ്റിപ്പോകുന്ന ആളാണ്, എനിക്ക് കണക്കറിയില്ല. നീ കണക്കിനെ പറ്റി പ്രയാസപ്പെടണ്ട. നിനക്ക് ഏത് മേഖലയാണ് ഇഷ്ടം, അവിടെ നീ ഹാർഡ് വർക്ക് ചെയ്യുക. അവരോട് ഞാൻ പറഞ്ഞു, ബൈബിളിൽ വാക്യമുണ്ട്. ആ വാക്യം ഇങ്ങനെയാണ്: മടിയ ഉറുമ്പിനെ നോക്കി നീ ബുദ്ധി പഠിക്കുക. ആ ഉറുമ്പ് മഴക്കാലത്തേക്കുള്ളത് വേനൽക്കാലത്ത് സമ്പാദിച്ചു വെക്കും. ഒരു സില്ലി ജീവിയാണ്, പക്ഷെ അത് കഠിനാധ്വാനിച്ച് സേവ് ചെയ്യുക, എന്നിട്ട് അത് മഴക്കാലം സുഖമായി ജീവിക്കുക. നമ്മുടെ ജീവിതത്തിൽ അറിയാവുന്ന മേഖലയിൽ ഹാർഡ് വർക്ക് ചെയ്യുക, അധ്വാനിക്കുക, പിന്നോട്ട് പോകുവാൻ ശ്രമിക്കരുത്, മുൻപോട്ട് പോകുക, മനസ്സുറപ്പിക്കുക. നമുക്ക് ജീവിതത്തെ വിജയിക്കുവാൻ സാധിക്കും. ഇന്ന് പയ്യനുണ്ടല്ലോ, കണക്കറിയാൻ വയ്യ എന്ന് പറഞ്ഞവൻ, അവൻ ഇന്ന് വളരെ മാന്യമായി ജോലി ചെയ്ത് അന്തസ്സായിട്ട് ജീവിക്കുകയാണ്. ഇന്ന് അവൻ എന്നെ വിളിക്കാറുണ്ട്, ഞങ്ങൾ സംസാരിക്കാറുണ്ട്, ചിരിക്കാറുണ്ട്, സന്തോഷിക്കാറുണ്ട്. നമ്മുടെ ലൈഫിലും ഒരു കാരണവശാലും എനിക്ക് എന്തറിയില്ല എന്നോർത്ത് പ്രയാസപ്പെടരുത്. എനിക്കെന്തറിയാം, എനിക്കെന്ത് എളുപ്പത്തിൽ ചെയ്യാൻ പറ്റും, അതിനെ ഓർക്കുക, അതിനുവേണ്ടി പ്രവർത്തിക്കുക. നിങ്ങൾ നിശ്ചയമായും ജീവിതത്തിൽ വിജയിക്കാൻ സാധിക്കും. താങ്ക് യു.